നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. സമീപകാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചലനമുണ്ടാക്കിയ ഒരു ഭജൻ ഗ്രൂപ്പാണ് നന്ദഗോവിന്ദം ഭജൻസ് എന്നും പറയുന്നത്. അവർ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ക്ഷേത്ര ഉത്സവങ്ങൾ അല്ല മറ്റു പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഭജൻസിന് വലിയ തരത്തിലുള്ള ആരാധകരാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പ്രത്യേക ഡ്രസ് കോഡൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഭജൻസിന് വലിയ ആരാധകരെ സാധിച്ചിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം കോട്ടയത്തൊരു ക്ഷേത്രത്തിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു. ഏപ്രിൽ 14 കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇവരൊരു ഭജന അവതരിപ്പിക്കുന്നു. അതിൻ്റെ അവസാനമായ സമയത്ത് അവിടുത്തെ ആളുകളോട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടട്ടെ എന്ന് ചോദിക്കുകയും ആളുകളൊക്കെ അത് പാടാൻ പറയുകയും ചെയ്തു. പാടുകയും ആ പാട്ടിന് ശേഷം വലിയ രീതിയിലുള്ള കയ്യടികൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് ശേഷം ഇവരെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവച്ചതിന് ശേഷം വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്കുകളാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് നേരെ ഉണ്ടാകുന്നത്. ഇതാണെങ്കിലാകട്ടെ നന്ദഗോവിന്ദം ഭജൻസിനെ നേരത്തെ ഏറ്റെടുത്തുകൊണ്ടിരുന്നത് റൈറ്റ് വിങ് ഗ്രൂപ്പുകളായിരുന്നു. അത്തരം റൈറ്റ് വിങ് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള വിദ്വേഷ ആക്രമണങ്ങളും കൂടിയിട്ടാണ് ഇവർക്കെതിരെ വരുന്നത്. അതിൽ പറയുന്നത് ശശികലയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇവർക്കെതിരെ വളരെ ഹീനമായ രീതിയിലാണ് പറയുന്നതെന്ന് വെച്ചാൽ ചിക്കൻ മസാല സാമ്പാറിലും പായസത്തിലേക്ക് ഇടാൻ പറ്റുമെന്ന രീതിയിലുള്ള നിങ്ങൾ മറ്റേതെങ്കിലും മതസ്ഥർ അവിടെ ബാക്കിയുള്ള മതസ്ഥരുടെ പാട്ടുകൾ പാടുന്ന കണ്ടിട്ടുണ്ടോ എന്നൊക്കെ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ശശികല അടക്കമുള്ള വലിയ റൈറ്റ് വിങ് ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് നന്ദഗോവിന്ദ ഭജൻസ് അവരെ പ്രതികരണമായിട്ട് എത്തി ഞങ്ങൾ നടത്തിയ അത്തരം പരിപാടികൾ ആർക്കെങ്കിലും അത്തരം എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മാനിക്കുന്നു എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ക്ഷേത്രം ഭാരവാഹികൾ ഇതിനെ തുടർന്നിട്ട് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അവർ പറയുന്നത് എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ് ഞങ്ങളുടേത്. അവിടെ അമ്പലത്തിൽ വരുന്നവരും അല്ലെ അമ്പലമായിട്ട് സഹകരിക്കുന്നതിലടക്കം എല്ലാ വിധത്തിലുള്ള മതസ്ഥരും ഉണ്ട്. അവിടെ അതോടൊപ്പം ദേശവിളക്ക് ആചരിക്കുമ്പോൾ നമ്മുടെ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളും വന്ന് തിരികളിക്കാറുള്ളതാണ്. ആ പാട്ട് അവരവിടെ പാടിയതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല, കുഴപ്പങ്ങളുമില്ല. ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നവരെയാണ് കരുതിയിരിക്കേണ്ടതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഇതിലൊരു ഉറച്ച നിലപാടെടുക്കുകയും ചെയ്തു. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇത്തരം വിവാദത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാവൂദ് സാഹിബ്, ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഇത്തരത്തിലുള്ള പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ വലിയൊരു ഹൈപ്പുണ്ട്. ഇവരെ ഏറ്റെടുത്തിരുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള റൈറ്റ് വിങ് ഗ്രൂപ്പുകളായിരുന്നു. അതിലൊരു അപ്പർ മിഡിൽ ക്ലാസ് ഹിന്ദു കമ്മ്യൂണിറ്റി കൂടിയിട്ടായിരുന്നു. കാരണം ഇവർ ഈ പരിപാടിക്ക് നേരത്തെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെയൊക്കെ ടിക്കറ്റ് മുഴുവൻ സെയിലായി പോകുന്നതോടൊപ്പം തന്നെ ടിക്കറ്റ് കിട്ടാതെ ഇതിന് പുറത്ത് തടിച്ചുകൂടുന്ന ആളുകളുടെ വീഡിയോ ആയിരുന്നു എല്ലായിടത്തും വന്നുകൊണ്ടിരുന്നത്. ഈ ഭജൻ ഗ്രൂപ്പ് നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, എനിക്ക് വളരെ ആസ്വാദ്യകരമായി തോന്നിയ അവരുടെ പെർഫോമൻസ് മാത്രമല്ല അവരുടെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ കേരളത്തിൽ അത്ര പരിചയമില്ലാത്ത വളരെ രസകരമായൊരു കോസ്റ്റ്യൂം ആണ് അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഓഫ് കോഴ്സ് വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രസിദ്ധി നേടി. വലിയ തോതിലുള്ള ബുക്കിങ്ങുകൾ അവർക്ക് വരുന്നു. സികേഷ് പറഞ്ഞ പോലെ വൻതോതിൽ ആളുകൾ ആകർഷിക്കുന്നു. കേരളത്തിൻ്റെ ഒരു കൾച്ചറൽ ഇൻഡസ്ട്രിയിലെ ഒരു ശ്രദ്ധേയമായൊരു ബ്രാൻഡായിട്ട് അവർ വളരെ പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റർ ഓൺ പിന്നെ അവർ ശ്രദ്ധയിൽ വരുന്നത് നമ്മുടെ അയ്യപ്പ സംഗമ സമയത്ത് ആ വിവാദത്തിൽപ്പെട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് അവർ ക്ഷണിക്കാൻ വേണ്ടി എത്രയോ ലക്ഷം രൂപ അതിന് ചിലവാക്കിയെന്ന് ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നു. പക്ഷേ അവരവിടെ പരിപാടി അവതരിപ്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെ വേറെ നിലക്ക് അവർ വാർത്തയിൽ വരുന്നത്. എനിവേ ആസ്വാദകർ അവരെപ്പോഴും ആഹ്ലാദിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ടി.പി. സെൻകുമാറിനെ പോലെയുള്ള സികേഷ് പറഞ്ഞ റൈറ്റ് വിങ് ഹാൻഡിലുകൾ ഇതെന്തോ ഒരു കേരളത്തിലെ ഒരു ഹിന്ദുത്വ ഉണർവിൻ്റെ ഒരു വലിയ അടയാളമായിട്ട് ഇതിനെ ആഘോഷിക്കാനൊക്കെ തുടങ്ങി. ഒരു സമാജം കൊയർ എന്നുള്ള നിലയിൽ സമാജം കൊയർ ആളുകളെ വേറെ നിലക്കും നമുക്ക് ഗുണകരമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ടൈപ്പ് ആളുകൾ എന്നുള്ള ചില പരാമർശങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ അടിപടലം എല്ലാം തലതിരിയുന്ന നാട്ടിൽ ഒരു എന്തോ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടി അതിൻ്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. എനിക്കിത് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ കർണാട്ടിക് സിംഗറുണ്ടല്ലോ കൃഷ്ണ ടി.എം. കൃഷ്ണയ്ക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ഓർമ്മയുണ്ടോ? ഇതേമാതിരി ഒരു അറബിക് സോങ്ങോ ഒരു മുസ്ലിം സോങ് പാടിയതിൻ്റെ പേരിൽ എന്തെല്ലാം ബഹളമായിരുന്നുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയുടെ സംഗീത പാരമ്പര്യം തന്നെ പറഞ്ഞാൽ എന്താണ്? ഈ സിൻക്രറ്റിക് കൾച്ചറിൻ്റെ ഏറ്റവും ഇന്ത്യയിലെ മതേതര സംസ്കാരത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ മാനിഫെസ്റ്റേഷൻ എവിടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ മ്യൂസിക്കിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ഹിന്ദുസ്ഥാനിയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എല്ലായിടത്തും കാണാൻ പറ്റും. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ പ്രസിദ്ധരായിട്ടുള്ള സംഗീത ഗുരുക്കന്മാർ, അവരുടെ ശിഷ്യന്മാർ, അവരുടെ താവഴികൾ, അതിലുണ്ടായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ മതാതീതമായിട്ടുള്ള ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, അങ്ങനെയുള്ള എന്തോരം മനോഹരമായ ദൃശ്യങ്ങൾ ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ രണ്ടാമത് അത് നോക്കി കഴിഞ്ഞാൽ സംഗീതം കഴിഞ്ഞാൽ അടുത്തത് ബോളിവുഡ് സിനിമയാണ്. ആ ഒരു സംസ്കാരം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും
ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാലികേറാ മലകളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബോളിവുഡ് സിനിമയ്ക്കെതിരെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് വലിയ തോതിൽ ആക്രമണം നടക്കുന്നത്. സംഗീത രംഗത്തും ആ നിലക്കുള്ള ഈ ഏക സംസ്കാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരം അധമ ചിന്തകളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഗായകർ നമ്മൾ എടുക്കുക, അവരെല്ലാ ഭക്തിഗാനങ്ങളും പാടിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് കെ ജി മാർക്കോസ് ആയിരിക്കും. ഏറ്റവും ആകർഷകമായ, ഏറ്റവും വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട, ഇപ്പോൾ വ്യാപകമായിട്ട് പാടുന്ന ഒരിതുണ്ടല്ലോ, മറ്റേ ഹസ്ബി റബ്ബി ജൽ, അത് ഏറ്റവും കൂടുതൽ ആരുടെയാണ് സ്വീകരിക്കപ്പെട്ടുള്ളത്? സിതാരയുടെ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് യേശുദാസിൻ്റെ കാര്യത്തിലാണെങ്കിലും മാർക്കോസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് ഗായകരെടുത്ത് നോക്കിയാലും അവർ വളരെ സംഗീത സാന്ദ്രമായി പാട്ടുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആലപിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു മ്യൂസിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി എല്ലാറ്റിനകത്തും ഈ ഒരു വിദ്വേഷത്തിൻ്റെ വിത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതെന്തോ പുതുതായിട്ടുണ്ടായെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് അതിന് വളരെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുല്ലുമേട് ദുരന്തം ഉണ്ടായപ്പം നമ്മുടെ സുകുമാരൻ പത്രാധിപരായിരുന്ന പത്രത്തിലാണ് 1-ാം പേജിൽ ഇങ്ങനെ അടിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്നതുകൊണ്ട് ആളുകൾ എളുപ്പം ശ്രദ്ധിക്കുന്നു. വളരെ വലിയ തോതിൽ അതിനെതിരായിട്ടുള്ള വിമർശനം വരുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ലെഗൻ, അത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവർക്കതില്ലാതെ പോകാൻ പറ്റില്ല. ഇപ്പം മന്തിക്കടകൾക്കെതിരെ NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ ഘടകം NIAക്ക് കത്തെഴുതിയ വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സികേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ചാണകം എന്നൊക്കെ വിളിക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇവർ അരിശം കൊള്ളാറുണ്ടല്ലോ. എന്താണ് ഇവർ ചിന്തിക്കുന്നത്? ഇവരുടെ തിങ്കിങ് പാറ്റേൺ എന്താണ്? മന്തിക്കടകളുടെ പേര് വെച്ചിട്ടുണ്ട് ആ കത്തിൽ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഒരു പരാതി കൊടുക്കുകയാണ്. അറബിക് റെസ്റ്റോറൻറ്റുകൾക്ക് അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, അത് അന്വേഷിക്കണമെന്ന്. ഇങ്ങനെയുള്ള മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച്. പ്രൊഫസർ, ഇതിൽ ഈ നന്ദഗോവിന്ദൻ ടീമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, കാരണം അവരെ ഇങ്ങനെ ചുമലിലേറ്റിക്കൊണ്ട് കിടന്ന വലിയൊരു ഗ്രൂപ്പ് തന്നെ അവർക്കെതിരെ രംഗത്ത് വരുന്നു. മുമ്പ് ഈ റൈറ്റ് വിങ് ഗ്രൂപ്പിൽ നിന്ന് പറയുന്ന വേടനെ പോലുള്ള ആളുകളുടെ പാട്ടൊന്നുമല്ല കാണേണ്ട, നന്ദഗോവിന്ദത്തിൻ്റെ പരിപാടി പോയി കാണുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ തന്നെ ഇവരെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു. അതേസമയം ഇവർക്ക് മറുവശത്ത് നിന്ന് ഇടത് പ്രൊഫൈലിൽ നിന്നല്ല ഇടത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്നു. ഒരേ സമയത്ത് നേരത്തെ ഇടത് കമ്മ്യൂണിറ്റി ഇവർ ഇത്തരത്തിലൊരു പ്രൊപ്പഗാണ്ടയുടെ ടൂളാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉന്നയിച്ചിടത്തു നിന്നാണ് ഇങ്ങനൊരു മാറ്റവും. അവരുടെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവരുടെ തന്നെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അതെന്താണെന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. അവരത് പൊതുവെ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല. പക്ഷേ സത്യമാണ്, സംഘപരിവാർ ഹാൻഡിലുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഭാഗത്തു നിന്നുള്ള പിന്തുണ തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അത് ഒരർത്ഥത്തിൽ വേടൻ കൂടി സജീവമായി വന്നൊരു കാലഘട്ടത്തിൽ ഒരു മറുവശത്ത് ഉയർന്നു വന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുമുണ്ട്. അത് സത്യമാണ്. വേടനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബദലായിട്ട് ഇപ്പുറത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. കാരണം വേടനോട് അവർക്കുള്ള രോഷവും വിരോധവും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നതുമാണ്. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസത്തെ ആ പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് അവരത് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ കൂടി ഞാൻ കാണുകയുണ്ടായി. ഈ നവീൻ എന്ന് പറയുന്ന ഇതിൻ്റെ ലീഡർ, അതിൻ്റെ മുഖ്യ ഗായകൻ, അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള വിശ്വാസധാരകളും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചതൊരു പള്ളി സ്കൂളിലാണ്. പിന്നെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ അധ്യാപികമാർ, ക്രൈസ്തവ വിശ്വാസികളായ അധ്യാപകന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ പാട്ട് കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പരിപാടിക്കാണെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ലോട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് ഒരു പള്ളിയുടെ ഇതാണ്. അതെ, അതുപോലെ തന്നെ പല തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ട്. മാത്രമല്ല ഈ പരിപാടി നടക്കുന്ന അമ്പല വളപ്പിലല്ല, ഒരു സ്വകാര്യ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാട്ട് പാടുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അറിയിച്ചപ്പോൾ എല്ലാവരും അത് കൈയടിച്ച് അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പാട്ട് പാടിയവർക്കും പാട്ട് കേട്ടവർക്കും ഇല്ലാത്ത ഒരു ചൊറിച്ചിൽ
ഈ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം അവർക്ക് ഈ മതേതരത്വവും മതസൗഹാർദ്ദവും ഒന്നും ഇവിടെ നടക്കില്ല. ഞങ്ങൾ ഇത് വെച്ച് പൊറപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഈ വിദ്വേഷം ഉണ്ടാക്കി അത് കലക്കി അത് സർവത്ര നശിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്നുള്ള വാശിയോട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സമീപകാലത്ത് ഇപ്പോൾ ഈ മന്തിയുടെ കാര്യം പറഞ്ഞല്ലോ ദാവൂദ്, അതുപോലെ തന്നെ ഇങ്ങനെ പല പല വിഷയത്തിൽ ഇപ്പോൾ സ്ഫോടനത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വളരെ ആസൂത്രിതമായൊരു ശ്രമം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ ഇത് കുഴപ്പമുണ്ടാക്കാൻ കഴിയും ആ വിധത്തിലൊക്കെ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മനഃപൂർവ്വമായ ഒരു സംഘടിതമായ ശ്രമം, ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് വരെ സംശയിക്കാവുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ശരിക്കും ആരും ശ്രദ്ധിക്കാത്ത ചില ഹാൻഡിലുകളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വരുന്നുണ്ടാവും. ഇത് വിശ്വ ഹിന്ദു പരിഷത്തുണ്ട് അല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ അത് ശശികല തന്നെ പറഞ്ഞിട്ടുള്ളൂ ഈ പായസത്തിൽ ചിക്കൻ മസാല ചേർക്കാൻ പാടില്ല എന്നുള്ളത്. എന്ന് ആലോചിക്കേണ്ടത് നമുക്ക് ചിക്കൻ മസാല ചേർത്താൽ എന്താ ഇപ്പോൾ അതറിയില്ല, നമുക്ക് ചിലപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിലും നമ്മുടെ തന്നെ ഇപ്പോൾ നോക്കൂ, നമ്മുടെ സ്വാമി അയ്യപ്പനെ ഉറക്കുന്നത് ആരുടെ പാട്ടാണ് അല്ലേ? യേശുദാസിൻ്റെ പാട്ടാണ്, ഹരിവരാസനം എന്ന് പറയുന്ന പാട്ടാണ്. അപ്പോൾ അതിലാർക്കും ഒരു പ്രശ്നവും ഇതുവരെ തോന്നിയിട്ടില്ല. അത് ഒരിക്കലും മലയാളികൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ഗുരുവായൂരപ്പനെ കുറിച്ച് യേശുദാസിൻ്റെ എന്തോരം പാട്ടുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിൻ്റെ ദിവസമാണ്, ഈദിൻ്റെ ദിവസം പുഷ്പവതി പൊയ്പ്പാടത്ത് അവരുടെ ഒരു ഖുർആനിലെ ഒരു സൂറത്ത് അതിമനോഹരമായിട്ട് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. ഞാനത് പലർക്കും അയച്ചു കൊടുത്തിരുന്നു. എനിക്കത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു വെളിച്ചം എനിക്ക് മനസ്സിന് അത്രയധികം സന്തോഷം തോന്നുകയാണ്. അങ്ങനെയുള്ള ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവരാണെങ്കിൽ അത് പലതും പല വാക്യങ്ങളും അവർ പാടിയിട്ടുണ്ട്, പലയിടത്തായിട്ട് അവർ പാടുന്നതുമാണ്. അപ്പോൾ അതൊക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോഴാണ് ഇതിന് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ വർഷങ്ങൾ ഇപ്പോൾ വാരാണസിയിൽ UP-യിൽ ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു വലിയ ഭജൻ ഗായകന് എത്രയോ വർഷങ്ങളായിട്ട് പാടുകയും അവിടുത്തെ ഒരു പ്രദേശത്ത് മുഴുവൻ അദ്ദേഹത്തിന് അമ്പലങ്ങളിൽ കൊണ്ടുപോയി പാടി. സംസ്കൃത പണ്ഡിതനുമാണ്, ഭജൻ ഗായകനുമാണ്, മുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി പാടിക്കുകയൊക്കെ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ പിന്നീട് ഒരു കാലത്ത് സംസ്കൃതം പഠിച്ച് ഒരു പണ്ഡിതനായി സ്കോളറായി PhD എടുത്ത് വാരാണസി സർവകലാശാലയിൽ ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ സംസ്കൃതം പഠിപ്പിക്കാൻ വന്നപ്പോൾ അതിനെതിരായിട്ട് LUP രംഗത്ത് വന്ന കഴിഞ്ഞ വർഷമാണോ അതിനും കാണുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ഒടുവിൽ സോഷ്യോളജി പഠിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ഏതോ കാലം നമ്മുടെ ഒരു കാലത്ത് നമുക്കിത് മുഴുവൻ അത്രയും നാച്ചുറലായിട്ടുണ്ടായിരുന്നിടത്തുനിന്നാണ് ഇത് ഈ രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. എത്ര എന്താ പറയുക, സാധാരണമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഇത് വന്ന് അവസാനം നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സിസ്റ്റത്തെ തന്നെ മാറ്റുന്ന നിലയിൽ ധാരാളം ആളുകളുടെ മനസ്സിനെ ബാധിക്കുന്ന നിലയിൽ ഇതിങ്ങനെ വരികയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും. നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടത് കരുതിയിരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറെ വിഷയമാണ്. നേരെ തിരിച്ചും ബാധിക്കട്ടെ. ഇപ്പം ഇന്ന് BJP NIA അയച്ച കത്തിൽ 5-6 മന്തിക്കടകളുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ മന്തിക്കടകൾ നല്ല കച്ചവടം കിട്ടാനും സാധ്യത. അത് നമുക്കറിയില്ല, നല്ല കച്ചവടം കിട്ടുമായിരിക്കും, അതിനൊന്നും സംശയമില്ല. പക്ഷേ പ്രശ്നം ഇതാണ്, ഇത് കാലക്രമേണ ഇതിൻ്റെ ഒരു എന്താ പറയുക വല്ലാത്ത ആളുകളുടെ മാനസികാവസ്ഥയെ ബാധിക്കുമോ എന്നുള്ള ഒരു ഭയം എനിക്കുണ്ട് ശരിക്കും. യെസ്, നന്ദഗോവിന്ദൻ ടീമിന് ഏത് മതത്തിലുള്ള ആളുകളുടെയും പാട്ടുകൾ പാടാൻ കഴിയട്ടെ. അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലവിൽ കേരളത്തിലുണ്ട്. അതിൽ വിഷം കലക്കാൻ വരുന്നവരെ നമ്മൾ കരുതിയിരിക്കുക.